വടക്കൻ കേരളത്തിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഈ വയനാടുമായി ബന്ധപ്പെട്ട തിരച്ചിലൊക്കെ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സംഘം ഇന്നിപ്പോൾ വയനാട്ടിലെത്തുന്നുണ്ട്. പുനർനിർമ്മാണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും. അതിനനുസരിച്ചായിരിക്കണം കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് DCC അവലോകന യോഗം തുടങ്ങിയ നിരവധി വാർത്തകൾ വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷംസീർ, ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്ടിൽ നിന്ന് കേന്ദ്ര സംഘം എത്തുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ തുടങ്ങാം നമുക്ക്. തീർച്ചയായും ജിൽസി, വയനാട്ടിൽ ഇന്ന് കേന്ദ്ര സംഘം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മലബാറിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള വാർത്ത. അത് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റു 17 വകുപ്പുകളുടെ സംഘം കൂടി ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കുകയാണ്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവർ എത്തുകയും ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ശേഷം ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി എന്തെല്ലാം നടപടികൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഇവരുടെ ദൗത്യമാണ്. ഈ കേന്ദ്ര സംഘത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിദഗ്ധ സംഘം കൂടി ഇവരെ അനുഗമിക്കുമെന്നുള്ളത് കൂടി അറിയുന്നു. 31-ാം തീയതി വരെ ഇവർ ഈ ദുരന്ത മേഖല സന്ദർശിക്കുകയും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികളൊക്കെ ഈ പുനരധിവാസ പദ്ധതികളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള എത്ര രൂപ ചെലവഴിക്കേണ്ടി വരും, ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്നൊക്കെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അതൊക്കെ തിട്ടപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് കേന്ദ്ര സംഘം എത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് വയനാട്ടിൽ നടക്കുന്നത്. മറ്റൊന്ന്, തെരച്ചിൽ തുടരുന്നുണ്ട്. ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്നു. 6 മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഇന്നും തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. സൂചിപ്പാറ, ആനടിക്കാപ്പ് മേഖലകളിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ഈ ബന്ധുക്കളുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് വീണ്ടും അവിടെ തെരച്ചിൽ തുടരുന്നത് എന്നതുകൂടി പ്രത്യേകമായി പറയുകയാണ്. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സത്യം പറഞ്ഞാൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, കോഴിക്കോട് DCCയുടെ ഒരു അവലോകന യോഗം ഇന്ന് ചേരുകയാണ്. നേരത്തെ വയനാട്ടിൽ വെച്ച് ചേർന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷം DCC തലങ്ങളിൽ യോഗം നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാനമായും ഇതിൽ വിലയിരുത്തുക. ഏത് ഘട്ടം വരെ ഒരുക്കങ്ങൾ എത്തി എന്നുള്ള കാര്യം പ്രധാനമായും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. KPCC അംഗങ്ങളും ഒപ്പം തന്നെ DCC അംഗങ്ങളും ഒപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഒപ്പം തന്നെ ഇവരൊക്കെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂട്ടുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വിവിധ പൂജകളൊക്കെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ നഗരങ്ങളൊക്കെ വലിയ തോതിൽ ആഘോഷങ്ങളിലേക്ക് മാറും. ഉണ്ണിക്കണ്ണൻ്റെ വേഷത്തിൽ ചെറിയ കുട്ടികൾ എത്തുന്നതൊക്കെ നമുക്ക് നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരിക്കും. ഒപ്പം തന്നെ ഗോപികമാരുടെയൊക്കെ വലിയ ഏറ്റവും രസകരമായ കാഴ്ചകൾ നമുക്കിന്ന് നഗരങ്ങളിൽ കാണാൻ സാധിക്കും. 1000-ലേറെ ശോഭയാത്രകൾ വിവിധയിടങ്ങളിലായി നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹനിധി സമർപ്പണം കൂടി ഈ ആഘോഷങ്ങൾക്കിടയിലും അങ്ങനെയൊരു ചേർത്തുപിടിക്കൽ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ്. ഗതാഗത നിയന്ത്രണം കൂടി നഗരത്തിൽ ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജിൽസി. ശരി ഷംസീർ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി തുടർ വാർത്തകൾ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് വടക്കൻ കേരളം. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.